Hi everyone, I welcome you all to yet another fruitful episode of Master Key Academy. So, ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ റീസെന്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള പ്രൊജക്ട് ഓഫീസർ ടു വെബ് എക്സസൈറ്റീസ് കാറ്റഗറി നമ്പർ 754/2025. അപ്പോൾ അതിൽ വരുന്ന സിലബസിൽ വരുന്ന പാർട്ട് 3 കൾച്ചർ സിസ്റ്റംസ്, ഡിഫറെൻറ്റ് കൾച്ചർ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ടുള്ള ഇൻറ്റൻസീവ്, എക്സ്റ്റൻസീവ് ആൻഡ് സെമി ഇൻറ്റൻസീവ് ഫിഷ് കൾച്ചർ സിസ്റ്റം അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി ഡിഫറെൻറ്റ് അക്വാകൾച്ചർ സിസ്റ്റംസ് ഓൺലി. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഈ ഇൻറ്റൻസീവ്, എക്സ്റ്റൻസീവ്, സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റം അല്ലെങ്കിൽ ഫിഷ് കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കൾച്ചർ സിസ്റ്റവും അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സും എന്താണ്. ആൻഡ് ഓൾസോ primarily we need to understand that is based on the intensity of operation, aquaculture classified as this follows: extensive, semi-intensive and intensive. നമ്മൾ aquaculture ഓപ്പറേഷനിൽ കൊടുക്കുന്ന aquaculture കൊടുക്കുന്ന ഓപ്പറേഷൻ ഇൻറ്റൻസിറ്റി അനുസരിച്ച്, ആ ഓപ്പറേഷൻസിൻ്റെ തോതുകളെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ലെവൽസ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിഫറെൻറ്റ് കൾച്ചർ സിസ്റ്റംസ് എക്സ്റ്റൻസീവ്, സെമി ഇൻറ്റൻസീവ്, ഇൻറ്റൻസീവ് സിസ്റ്റം നിലനിൽക്കുന്നത്. And also the major distinguishing criteria between these three different cultures are the stocking density as well as the feed input. Stocking density യും feed input ഈ രണ്ട് criteria. Stocking density നമ്മൾ ST എന്ന് എക്സ്പ്രസ് ചെയ്താൽ stocking density means number of fishes stocked per unit area. Stocking density is equal to number of fishes stocked per unit area. ഓക്കെ, അതുപോലെ തന്നെ ഫീഡ് ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഫീഡ്, ഈ രണ്ട് ക്രൈറ്റീരിയാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുള്ളത് നമ്മുടെ ഡിഫറെൻറ്റ് അക്വാകൾച്ചർ സിസ്റ്റംസ് ഉള്ളത്. ആൻഡ് ചോയ്സ് ഓഫ് വിച്ച് സിസ്റ്റം ടു ചൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പീഷ്യസ് ഇക്കണോമിക് വയബിലിറ്റി ആസ് വെൽ ആസ് ദ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഫിഷ് സ്പീഷ്യസ് അത് മാർക്കറ്റബിൾ ആണോ, എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ളതാണോ, അതുപോലെ തന്നെ അതിൻ്റെ എൻവയോൺമെൻറ്റൽ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ഇത്തരം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് സിസ്റ്റത്തിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഇരിക്കുന്നത്. ആൻഡ് മേജർ ഡിസ്റ്റിങ്വിഷിംഗ് ക്രൈറ്റീരിയ എന്നുള്ളത് അല്ലെങ്കിൽ ഈ മൂന്ന് സിസ്റ്റത്തെ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന മേജർ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി, ഫിഷസിൻ്റെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി, അതുപോലെ തന്നെ ഫിഷസിൻ്റെ കൊടുക്കുന്ന ഫീഡ് ഇൻപുട്ടും തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ആൻഡ് ഇനി നമുക്ക് ഓരോ കൾച്ചർ സിസ്റ്റവും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡിസ്കസ് ചെയ്ത് തന്നെ പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ. എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ ഓൾസോ നോൺ ആസ് ട്രഡീഷണൽ സിസ്റ്റം. എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റം. ഇൻ ദിസ് കൾച്ചർ സിസ്റ്റം ദ ഓർഗാനിസംസ് ഓർ ഫിഷസ്, നമ്മുടെ ഫിഷസിനെ വി ആർ കൾച്ചറിങ് അറ്റ് ലോ ഡെൻസിറ്റീസ്, കുറഞ്ഞ ഡെൻസിറ്റീസ്, കുറച്ച് പോപ്പുലേഷനെ മാത്രം, ലൈക്ക് ഒരു 2000 to 5000 ഫ്രൈസ് പെർ ഹെക്ടർ. ഫ്രൈസ് എന്ന് വെച്ചാൽ ബേബി ഫിഷസിനെയാണ് പറയുന്നത്. നമ്മൾ വിത്ത് മത്സ്യകൃഷിയിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു 2000 തൊട്ട് 5000 വിത്തുകളെ പെർ ഹെക്ടർ ഏരിയയിൽ നിക്ഷേപിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കൾച്ചർ സിസ്റ്റമാണ്. ട്രഡീഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഓൾഡ് സിസ്റ്റമാണ്. ഈ പറയുന്ന കൾച്ചർ സിസ്റ്റത്തിലെല്ലാം വെച്ച് ഏറ്റവും ഓൾഡ് ഓർ ട്രഡീഷണൽ ഫോം എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചറാണ്. ആൻഡ് ഹിയർ ദി ഗ്രോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ natural productivity possibly assisted by fertilization. നമ്മൾ നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീഡുകൾ തന്നെയാണ് ഇവിടെ ഫിഷസ് യൂസ് ചെയ്ത് അത് ഗ്രോത്തിൽ ഗ്രോ ആവുന്നത്. അതുപോലെ തന്നെ ചില കേസിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രം നമ്മൾ ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് എന്തിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മുടെ നേച്ചുറൽ പ്ലാങ്ക്ടൺ ഉണ്ടല്ലോ, നേച്ചുറൽ ഫീഡായിട്ട് ഫിഷസിന് വരുന്നത് നമ്മൾ പ്ലാങ്ക്ടണെയാണ് പറയുന്നത്, പ്ലവകങ്ങൾ. ആ പ്ലവകങ്ങളുടെ ഗ്രോത്ത്, ഫ്ലറിഷ്ഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫെർട്ടിലൈസേഷൻ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഫെർട്ടിലൈസേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ആ പ്ലവകങ്ങൾ വൻതോതിൽ വളരും, അതിനെ നമ്മുടെ ഫിഷസ് ഇൻടേക്ക് ചെയ്യും, അങ്ങനെ അവിടെ അതിൻ്റെ ഫിഷസിൻ്റെ ഗ്രോത്ത് നടക്കും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ സപ്ലിമെൻ്ററി ഫീഡ്സ് നോട്ട് ജനറലി ഗിവൺ ഹിയർ. സപ്ലിമെൻ്ററി ഫീഡ്സ് എന്ന് വെച്ചാൽ അഡീഷണൽ ഫീഡാണ്.
അഡീഷണൽ ഫീഡ് നമ്മളിവിടെ കൊടുക്കുന്നില്ല. ആൻഡ് അതായത് നമ്മൾ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് തന്നെ എടുത്ത് അവിടെ ആ വാട്ടർ ബോഡിയിൽ എന്ത് ഫുഡാണ് അവൈലബിൾ, നമ്മൾ പറഞ്ഞില്ലേ പ്ലാങ്ക്ടൺ അല്ല പ്ലവകങ്ങളെ തന്നെ എടുത്തിട്ടാണ് ഫിഷസ് ഗ്രോ അപ്പ് ആവുന്നത്. അഡീഷണൽ ഫീഡ്സ് ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ ദിസ് ഇസ് ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ മൂലധനം, നമ്മൾ ഏതൊരു സംരംഭം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ കാര്യം നമ്മൾ പറയും അല്ലേ. ഇവിടെ മത്സ്യകൃഷി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മുതൽ മുടക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ, നമ്മൾ പ്രൊഡക്ഷൻ വാല്യൂ കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിൽ എടുത്താൽ ഒരു 500 to 1000 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ വാല്യൂ ആ യൂണിറ്റ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചറിന്. ഓക്കെ, കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ 500 to 1000 പ്രൊഡക്ഷൻ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു അത്രയും കുറഞ്ഞ ഡെൻസിറ്റീസിൽ നമ്മൾ ഫിഷസിനെ ഇട്ട് കൊടുക്കുമ്പോൾ പോലും ഈ ഒരു വാല്യൂ ആണ്, പ്രൊഡക്ഷൻ വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിന്. അപ്പം ഇതിൻ്റെ പെക്യുലാരിറ്റീസ് മനസ്സിലായല്ലോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ട്രഡീഷണൽ സിസ്റ്റമാണ് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. നമ്മൾ സപ്ലിമെൻ്ററി ഫീഡ്സ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അഡീഷണൽ ഫീഡ്സ് ഒന്നും തന്നെ വേണ്ട. നാച്ചുറൽ പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻഡ് സംടൈംസ് ഫെർട്ടിലൈസേഷൻ നമ്മൾ കൊടുക്കും. ലോ ഡെൻസിറ്റീസ് എന്ന് പറയുമ്പം ഒരു 2000 തൊട്ട് 5000 ഫ്രൈസ് പെർ ഹെക്ടർ എന്നുള്ള ലെവലിലാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 500 to 1000 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിലാണ് കിട്ടുക. അതാണ് എക്സ്റ്റെൻസീവ് അക്വാകൾച്ചറിൻ്റെ പെക്യുലാരിറ്റീസ്. ഇനിയും നെക്സ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റമാണ്. സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റം, അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കൂടിയിട്ടാണ് വരിക. ഹിയർ ഓർഗാനിസംസ് ആർ കൾച്ചർഡ് അറ്റ് കമ്പാരിറ്റീവ്ലി ഹൈ സ്റ്റോക്കിംഗ് ഡെൻസിറ്റീസ്. കുറച്ചും കൂടെ ഹയർ സ്റ്റോക്കിംഗ് ഡെൻസിറ്റീസിലേക്ക് ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്തെടുക്കുകയാണ്. ലൈക്ക് ഒരു 10,000 to 50,000 ഫ്രൈസ് പെർ ഹെക്ടർ ആ ഒരു ലെവലിലേക്കൊക്കെ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി പോയിട്ടുണ്ടാവും. ആൻഡ് ഇൻ അഡീഷൻ ടു ഫെർട്ടിലൈസേഷൻ വി ഗിവ് സപ്ലിമെൻ്ററി ഫീഡ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഫീഡ്സുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു സിസ്റ്റത്തിൽ, സെമി ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ. ആൻഡ് ദ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഹിയർ ആർ ഡിസോൾവ്ഡ് ഓക്സിജൻ ആസ് വെൽ ആസ് ദ അക്യുമുലേഷൻ ഓഫ് ടോക്സിക് മെറ്റീരിയൽസ്. നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജനും അതുപോലെ തന്നെ ടോക്സിക് മെറ്റീരിയൽസിൻ്റെ അക്യുമുലേഷനും രണ്ടും ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ് സെമി ഇൻറ്റൻസീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, ബിക്കോസ് സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ. ആൻഡ് ദാറ്റ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആർ ഓവർകം ബൈ എയറേഷൻ ആൻഡ് വാട്ടർ എക്സ്ചേഞ്ച്. രണ്ട് രീതിക്കാണ്. നമ്മൾ എയറേഷൻ കൊടുക്കും, അതുപോലെ തന്നെ വാട്ടർ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും. പീരിയോഡിക്കൽ എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ ഉണ്ടാവും, നമ്മൾ വാട്ടർ മാറ്റി കൊടുക്കും. ഓക്കെ, അതാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറ്റ് റിക്വയേഴ്സ് മോഡറേറ്റ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് ക്യാപിറ്റലും ലേബറും ഈ സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചറിൽ വേണം. ആൻഡ് പ്രൊഡക്ഷൻ കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഒരു 2000 to 5000 കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിൽ നമുക്ക് ആ യൂണിറ്റ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് ലഭിക്കുന്നു എന്നുള്ളത്. അതായത് നമ്മൾ എക്സ്റ്റെൻസീവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ വാല്യൂസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം സ്റ്റോക്കിംഗ് ഡെൻസിറ്റിയും കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സപ്ലിമെൻ്ററി ഫീഡ്സ് ഉണ്ട്. ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ ക്യാപിറ്റലും ലേബറും കൊടുക്കുന്നുണ്ട്. എയറേഷനും വാട്ടർ എക്സ്ചേഞ്ചും ഒക്കെ വേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്രയുമാണ് സെമി ഇൻറ്റൻസീവ് അക്വാകൾച്ചറിൻ്റെ പെക്യുലിയാരിറ്റീസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻറ്റൻസീവ് അക്വാകൾച്ചർ. ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ, ആ ഇൻറ്റൻസിറ്റി കുറച്ചും കൂടെ കൂടുകയാണ്. ദ ഓർഗാനിസംസ് കൾച്ചർഡ് അറ്റ് വെരി ഹൈ സ്റ്റോക്കിംഗ് ഡെൻസിറ്റീസ്. കുറച്ചും കൂടെ ഹയർ സ്റ്റോക്കിംഗ് ഡെൻസിറ്റീസിലേക്ക് ഓർഗാനിസത്തിൻ്റെ കൾച്ചർ മാറുന്നു. അപ് ടു 1 to 3 lakhs ഫ്രൈ പെർ ഹെക്ടർ വരെ. അതായത് 1 തൊട്ട് 3 ലക്ഷം കുഞ്ഞുങ്ങളെ നമുക്ക് മീൻ വിത്ത് നമുക്ക് നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ആൻഡ് ഹൈ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ആർ പ്രൊവൈഡഡ് ടു മീറ്റ് all the nutritional requirements of the cultured species. നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസിൻ്റെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹൈ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഫീഡ്സ് തന്നെ യൂസ് ചെയ്യും. ഹൈ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഫീഡ്സ്. ആൻഡ് ഓൾസോ continuous flow of water or frequent exchange of water and aeration is required to maintain the water quality. നമുക്ക് കണ്ടിന്യൂസ് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്ടറിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ, അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഫ്രീക്വൻറ്റ് എക്സ്ചേഞ്ചും എയറേഷനും ഒക്കെ ഇവിടെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രൊഡക്ഷൻ ഇൻ കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയർ വരിക ഒരു 8,000 to 15,000. ഓക്കെ, അത്രയുമാണ് നമുക്കൊരു പ്രൊഡക്ഷൻ
എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ നിന്ന്. And the system is expensive and profitable only if the species cultured are highly priced. നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ഹൈലി പ്രൈസ്ഡ് ആണെങ്കിൽ, വളരെ മാർക്കറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിലാണ് ഇത് എന്തുള്ളൂ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ ഇതിൽ നിന്ന്, ഈ ഒരു ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിൽ നിന്ന്. ആൻഡ് ഇറ്റ് ഹാസ് ഹയർ ഡിസീസ് റിസ്ക് ടു, ഹയർ ഡിസീസ് റിസ്ക്കും ഉണ്ട്. അതായത് നമ്മൾ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി വളരെ കൂടുതലായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ ഫിഷസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ട് അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഡിസീസ് സ്പ്രെഡ് ആവാൻ അതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിലുള്ള വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്. ദാറ്റ്സ് എ പ്രോബ്ലം ആക്ച്വലി ഇൻ ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റം. അപ്പോൾ നമ്മളത് അത്രയും കൺട്രോൾഡ് ആയിട്ടും ബയോസെക്യൂർ ആയിട്ടും മാക്സിമം ബയോസെക്യൂരിറ്റി ഒക്കെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കൾച്ചർ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ അത്രയുമാണ് ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റത്തിൻ്റെ പെക്യുലിയാരിറ്റീസ് എന്ന് പറയുന്നത്. സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂടുതലാണ് മറ്റ് രണ്ട് കൾച്ചർ സിസ്റ്റത്തിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഫീഡ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഫ്ലോ ഓർ ഫ്രീക്വൻറ്റ് എക്സ്ചേഞ്ച് ഓഫ് വാട്ടർ, എയറേഷൻ, ഇതൊക്കെ നമ്മൾ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വീണ്ടും കൂടുതലായിട്ട് കിട്ടുന്നു. കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ അത്രയും ഇൻപുട്ട് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടും ഒരു 8,000 to 15,000 കുറച്ചും കൂടെ കൂടുതൽ മറ്റ് രണ്ട് സിസ്റ്റത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ആൻഡ് പ്രോഫിറ്റബിൾ ആകുന്നത് എപ്പോഴാണിത്? എക്സ്പെൻസീവ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റബിൾ ആകണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്കറ്റബിൾ സ്പീഷീസിനെ കൾച്ചർ ചെയ്യുക, ഡിസീസ് റിസ്ക് ഉണ്ട്. നെക്സ്റ്റ് ഈസ് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം. അതായത് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻറ്റൻസീവ് സിസ്റ്റത്തിൻ്റെ വേറൊരു തലം, അതിൻ്റെ മറ്റൊരു തലം അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് വരുമ്പോഴാണ് ഈ സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം നമ്മൾ പറഞ്ഞത്, സൂപ്പർ ഇൻറ്റൻസീവ് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് കമ്പാരബിൾ ടു ദ ഇൻറ്റൻസീവ് സിസ്റ്റം. പറഞ്ഞു പോയതാണ്, ഇൻറ്റൻസീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. അതിൽ വേറൊരു ലെവലിലേക്ക് നമ്മൾ അത്രയും കൺസിഡർ ചെയ്യാറില്ല. ക്ലാസിഫിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഇൻറ്റൻസീവിൻ്റെയും കുറച്ചും കൂടെ അല്ലെങ്കിൽ അതിൻ്റെയും ഒരു ഡിവിഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിനെ കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കമ്പാരബിൾ ടു ദ ഇൻറ്റൻസീവ് സിസ്റ്റം എക്സെപ്റ്റ് ദാറ്റ് the water is reconditioned and recycled, avoiding the need of exchange of water and can be with higher stocking densities. കുറച്ചും കൂടെ ഒന്ന് സ്റ്റോക്കിംഗ് ഡെൻസിറ്റി ഒരു ഗ്രേറ്റർ ദാൻ 3 lakh fry per hectareലേക്കൊക്കെ പോവുകയാണെങ്കിൽ വി കോൾ ദാറ്റ് ആസ് അഗെയിൻ സൂപ്പർ ഇൻറ്റൻസീവ് നമുക്ക് പറയാം. ആൻഡ് ഇവിടെ എക്സ്ചേഞ്ച് ഓഫ് വാട്ടറിനേക്കാൾ ഉപരി വാട്ടർ റീകണ്ടീഷനിങ്ങും റീസൈക്ലിങ്ങുമാണ് നടക്കുന്നത് എന്നുള്ളതും ഒരു പെക്യുലാരിറ്റിയാണ്. And high quality artificial feed are provided to meet all the nutritional requirements of the cultured species. High quality artificial feeds ഇവിടെയും വേണം. അത് ഇൻറ്റൻസീവ് സിസ്റ്റത്തെ പോലെ തന്നെ അത് ഹൈലി കൺട്രോൾഡ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ഉണ്ട്. നല്ലപോലെ നമുക്ക് മുതൽ മുടക്കും ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ അക്വാകൾച്ചർ ഓപ്പറേഷൻസ് ഈ സൂപ്പർ ഇൻറ്റൻസീവിൽ ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. And the system is expensive and profitable only if the species cultured are highly priced. ഈ സിസ്റ്റം എക്സ്പെൻസീവ് ആൻഡ് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പീഷീസിനെ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ഹൈലി പ്രൈസ്ഡ് ആയിരിക്കും. നമ്മൾ ഇൻറ്റൻസീവിൽ പറഞ്ഞ കാര്യം തന്നെ. ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിൽ എടുക്കുകയാണെങ്കിൽ ഒരു 15,000 to greater than 50,000 അത്രയുമാണ് കിലോഗ്രാം പെർ ഹെക്ടർ പെർ ഇയറിൽ നമുക്ക് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് മെയിൻലി ഇത് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ടൊക്കെ പറയാറുള്ളത് RAS, ബയോഫ്ലോക്ക്, IMTA പോലെയുള്ള സിസ്റ്റംസ് ആണ്. അത് നമുക്ക് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഇനിയും നമ്മൾ ലേറ്റർ സെക്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ, RAS, ബയോഫ്ലോക്ക്, IMTA എന്നുള്ളത്. ബട്ട് ജസ്റ്റ് ഒരു പെരിഫറൽ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് തരാനായിട്ട് സാധിക്കും ഈ ഒരു സെക്ഷനിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, കോമ്പണൻസ്, ആസ്പെക്ട്സുകളൊക്കെ നമ്മൾ ലേറ്റർ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ആസ് പാർട്ട് ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് ഒന്ന് പറഞ്ഞു പോകാം. സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ദിസ് ഇസ് RAS, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. റീസർക്കുലേറ്റർ അക്വാകൾച്ചർ സിസ്റ്റമാണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് കൂടുതലും വാട്ടർ
വാട്ടർ കൺസർവേഷൻ ആണ്. വാട്ടറിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് റീകണ്ടീഷൻ ചെയ്ത് വീണ്ടും നമ്മുടെ ഫിഷ് ടാങ്ക്സിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ വേരിയസ് ഫിൽറ്റേഴ്സ് അതെ, ബയോ ഫിൽറ്റേഴ്സ്, മെക്കാനിക്കൽ ഫിൽറ്റേഴ്സ്. ആ ഫിൽറ്റേഴ്സിലൂടെ ഈ ടാങ്കിൽ നിന്നുള്ള ഫിഷ് ടാങ്കിൽ നിന്നുള്ള വാട്ടേഴ്സ് കടന്നു പോകുമ്പോൾ അത് പ്യൂരിഫൈ ആയിട്ട് വീണ്ടും ഫിഷ് ടാങ്കിലേക്ക് തന്നെ കയറ്റി വിടുകയാണ്. അപ്പം വാട്ടർ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട, അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സ് മാക്സിമം കൺസേർവ് ചെയ്തുകൊണ്ട് ക്യാരി ഓൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ. വാട്ടർ ഈസ് കണ്ടിന്യൂസ്ലി റീസർക്കുലേറ്റഡ് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് വൈ ദിസ് സിസ്റ്റം ഇസ് നോൺ ആസ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. ആൻഡ് ഓൾസോ മാക്സിമം ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ സ്പേസ് കൺസർവേഷനും ഇതിൻ്റെ ഒരു ആസ്പെക്ട് തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഇസ് RAS. നെക്സ്റ്റ് വരുന്നത് ബയോഫ്ലോക്ക് ആണ്. ഓക്കെ, ബയോഫ്ലോക്ക് എന്നുള്ളത് നമുക്കെല്ലാം അത്യാവശ്യം സുപരിചിതമായ ഒരു ടേമാണ് ബയോഫ്ലോക്ക്, അല്ലെങ്കിൽ ആ ഒരു മത്സ്യകൃഷി രീതി എന്നുള്ളത്. ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ന്യൂ ബ്ലൂ റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണിതെന്ന് ചോദിച്ചാൽ, നമ്മളിവിടെ കൂടുതലും ഫീഡ് കോസ്റ്റ് മാക്സിമം കുറച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ ലെവൽസ്, അത് പർട്ടിക്കുലർ സ്പീഷ്യസിൻ്റെ മാക്സിമം പ്രൊഡക്ഷൻ ലെവൽസ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പേസും നമുക്കിവിടെ വളരെ കുറച്ച് മതി എന്നുള്ളതാണ്. സർക്കുലർ ടാങ്ക്സുകൾ കണ്ടിട്ടുണ്ടാവും. സർക്കുലർ ടാങ്ക്സുകളിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബയോഫ്ലോക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി സംതിങ് റിലേറ്റഡ് ടു ലിവിങ്, റൈറ്റ്? നമ്മൾ ചെറിയ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസിനെ നമ്മൾ ഇട്ട് കൊടുക്കും. ബയോഫ്ലോക്ക് എന്നാണ് അതിനെ പറയുക. ഈ ബാക്ടീരിയാസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഫിഷസിന് നമ്മൾ ഫീഡ് കൊടുക്കും. ഫിഷസിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഇതിനെയൊക്കെ എന്താണ് അതിൻ്റെ ന്യൂട്രീഷനായിട്ട് എടുത്ത് ദേ വിൽ ഫ്ലറിഷ് ആൻഡ് ഓൾസോ ദേ വിൽ ആക്ട് അപ്പോൺ ആസ് അനദർ ഫീഡ് ഫോർ ദ ഫിഷ്. അപ്പോൾ നമുക്ക് ഒത്തിരി ഫീഡ്സ്, സപ്ലിമെൻ്ററി ഫീഡ്സ് ഒന്നും ഒത്തിരി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫീഡ് കോസ്റ്റ് മാക്സിമം റിഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ അങ്ങനെ കൂട്ടിയെടുക്കാം. പിന്നെ എയറേഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതെന്നുണ്ടെങ്കിൽ ഫിഷസ് അതുപോലെ ത്രൈവ് ചെയ്യാൻ പാടാണ്. അതുപോലത്തെ ഫിഷ് സ്പീഷീസുകളുമേ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഓക്കെ, രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ബയോഫ്ലോക്ക് ക്യാരി ഓൺ ചെയ്യുന്നത്. പിന്നെ അത്രയുമാണ് മെയിനായിട്ട് ബയോഫ്ലോക്കിൽ പറയാനായിട്ടുള്ളത്. ന്യൂ ബ്ലൂ റെവല്യൂഷൻ നമ്മൾ പറയുന്ന സിസ്റ്റം, അഗെയിൻ ദാറ്റ് ഇസ് എ സൂപ്പർ ഇൻറ്റൻസീവ് കൾച്ചർ സിസ്റ്റം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ കൂടുതൽ ആസ്പെക്ട്സുകൾ നമ്മൾ ലേറ്റർ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓൾസോ ഫൈനലി IMTA എന്ന് പറഞ്ഞാൽ integrated multi-trophic aquaculture ആണ്. Integrated multi-trophic aquaculture, IMTA. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ വാട്ടർ IMTA ആണ്. IMTA എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ട്രോഫിക് ലെവൽസിലുള്ള ഫീഡിങ് ഹാബിറ്റ്സ് ഉള്ള സ്പീഷീസുകളെ കൺസിഡർ ചെയ്ത് അവയെ നമ്മൾ കൾച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെയിൻലി നമുക്കിപ്പം എന്താണ് ഒരു പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഒരു 2-3 സ്പീഷീസുകളെ അറ്റ് എ ടൈം നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. അത് അത്രയും പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം അറ്റ് ദ സെയിം ടൈം അത്രയും നമുക്ക് ഇൻപുട്ടും ഉണ്ട്. അതുകൊണ്ട് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് മൾട്ടിട്രോഫിക് അക്വാകൾച്ചർ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഫിൻ ഫിഷസ്, ഇപ്പോൾ ഒരു ഓപ്പൺ വാട്ടറിലെ കാര്യമാണെന്ന് പറഞ്ഞത്, നമ്മൾ ഫിൻ ഫിഷസിനെ നമ്മൾ ഫീഡ് അപ്പോൺ ചെയ്തിട്ട് കൾച്ചർ ചെയ്യുവാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് സീ വീഡ്സുകളെയും അതുപോലെ തന്നെ മൊളിസ്കൻസ്, ഷെൽഫിഷസിലെ മൊളിസ്കൻസിനെയും അറ്റ് ദ സെയിം ടൈം കൾച്ചർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ഫിൻ ഫിഷസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫീഡ് അവിടെ എക്സ്ട്രാ വരുന്ന ഫീഡും ഫിൻ ഫിഷസിൻ്റെ വേസ്റ്റും ഒക്കെ അവിടെ ഇങ്ങനെ വരുമ്പോൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് ബാക്കി 2 ഓർഗാനിസത്തിനും കൾച്ചർ സിസ്റ്റത്തിൻ്റെ. സീ വീഡ്സ് ആണെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെയൊക്കെ അവരുടെ ഫീഡാക്കി മാറ്റും, അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽസിനെ ഒക്കെ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഇനോർഗാനിക് മെറ്റീരിയൽസ് അതിൻ്റെ ഫീഡാക്കും. അതുപോലെ തന്നെ മൊളിസ്കൻസ് ഓർ ഷെൽഫിഷസ്, അവരുടെ ഫംഗ്ഷൻ ദേ ആർ ഫിൽട്ടർ ഫീഡേഴ്സ്. They will feed upon the or filter out organic particles. Organic particles നെ മാക്സിമം ഫീഡ് അപ്പോൺ ചെയ്യുന്നു എന്നുള്ളതാണ് മൊളിസ്കൻസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് അല്ലേ, ഡിഫറെൻറ്റ് ഫീഡിങ് ഹാബിറ്റ്സുകളിലുള്ള സ്പീഷീസുകളെ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ പ്രൊഡക്ഷൻ ക്യാരി ഓൺ ചെയ്യുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഹൈ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ അതിലൊരു ക്യാപിറ്റൽ അതുപോലെ ഓപ്പറേഷണൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഒരു ഫാക്റ്റ് ആയിട്ട് പറയാനുള്ളത്. ദാറ്റ് ഇസ് അഗെയിൻ സൂപ്പർ ഇൻറ്റൻസീവ് കൾച്ചർ സിസ്റ്റം. അപ്പം നമ്മളത് ഡീറ്റെയിൽ ആൻഡ് ഡെപ്ത് നമുക്ക് അതിൻ്റെ ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ലേറ്റസ്റ്റ് സെക്ഷൻസിൽ ലേറ്റസ്റ്റ് സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ മോഡൽ അല്ലെങ്കിൽ ഒരു പെരിഫറൽ വ്യൂ ആണ് സൂപ്പർ ഇൻറ്റൻസീവ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടുള്ള RAS, ബയോഫ്ലോക്ക്, IMTയുടെ. ഓക്കെ, അത് റെഫറൻസ് ആയിട്ട് എടുക്കാം.
സോ അത്രയുമാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഡിഫറെൻറ്റ് കൾച്ചർ സിസ്റ്റത്തിനെ പറ്റി. ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ലെവൽസ് ഓഫ് ദ അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ടും 3 ലെവൽസ് ആണ്. എക്സ്റ്റെൻസീവ് കൾച്ചർ സിസ്റ്റം, അതുപോലെ തന്നെ സെമി ഇൻറ്റൻസീവ് കൾച്ചർ സിസ്റ്റം ആൻഡ് ഇൻറ്റൻസീവ് കൾച്ചർ സിസ്റ്റം. അത് കുറച്ചും കൂടെ ഒന്ന് ഇൻറ്റൻസീവ് ആക്കി കൺസിഡർ ചെയ്യുവാണെങ്കിൽ സൂപ്പർ ഇൻറ്റൻസീവിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ കണ്ട മെത്തഡോളജീസ് ഒക്കെ ഇതൊക്കെ സെപ്പറേറ്റ് ടോപ്പിക്സ് ആയിട്ട് തന്നെ നമുക്ക് സിലബസിൽ വരുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. സോ താങ്ക് യു ഫോർ ലിസണിങ്.